ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നൊരു ചെമ്മീൻ റോസ്റ്റാണ്. സിമ്പിളാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ട് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ചെമ്മീനാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നടുകെ വരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലെ ഒരു ചെളി പോലെ ഇതുണ്ടാവില്ല, അത് ഞാൻ എടുത്ത് മാറ്റിയതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 വെളുത്തുള്ളി, അത് ഞാൻ നടുകെ കീറിയതാണ്, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഈ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്, സാധാ മുളക് പൊടി എരിവുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് അധികം ആവശ്യമില്ലാത്തവർ ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മളിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കാം. നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല, ചീനച്ചട്ടി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചട്ടി എടുക്കുകയാണ്. ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അരച്ച് വെച്ച ആ ഒരു മസാലക്കൂട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ചട്ടിയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുക്കാം, ഒരു പുളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഈ ചെമ്മീനൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ കൊടംപുളിയൊക്കെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെമ്മീൻ കഴിച്ചിട്ട് എന്തെങ്കിലും വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കാം. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ വലിയ ചെമ്മീനാണെങ്കിൽ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അങ്ങ് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചെമ്മീൻ ഡയറക്റ്റായിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്, വേവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചെമ്മീൻ വേവാനുള്ള ടൈമും കൂടി വേണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചെമ്മീൻ റെഡിയാകാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ ഇതുപോലെ സൈഡിൽ ഇതുപോലെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്നും കൂടി ഒന്ന് ചേർത്ത് ഇളക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം ഏകദേശം പകുതി വേവായിട്ടുണ്ട്. നമുക്കിനി ഈ ഗ്രേവി ഫുള്ളായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഇതപ്പോൾ നമ്മുടെ ചെമ്മീനിലെ ഗ്രേവി എല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് അങ്ങനെ ഉടയുന്ന കുഴപ്പമില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്ക് ആ ഇതിലിട്ടിരിക്കുന്ന ആ പുളി അങ്ങ് എടുത്ത് മാറ്റാം. ഇനി അടി പിടിക്കാതെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം നല്ലതുപോലെ റോസ്റ്റായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. നമ്മൾ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അത് പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും. നോൺ സ്റ്റിക്കിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും. പിന്നെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിലേക്ക് നമ്മൾ സവാളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രേവി എല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ആ കറിവേപ്പില മുറിച്ചും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നമുക്കിനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും പിന്നെ ലാസ്റ്റ് നമ്മൾ ആ കറിവേപ്പിലയും ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇതിലെ ഗ്രേവി എല്ലാം നല്ലതുപോലെ ചെമ്മീനിൽ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ചട്ടിയിൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിച്ചിരിക്കുന്നത്. നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ചട്ടി യൂസ് ചെയ്യാൻ കാരണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ചട്ടിയിൽ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ ചെമ്മീൻ റോസ്റ്റ്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. സവാള ചേർത്തിട്ടില്ല, തക്കാളി ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.